തിയേറ്ററുകളെ ഇളക്കിമറിക്കുന്ന ഓർമ്മ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പ്രകാശനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ദിനേശ് മോഹനും ഷാഹിയും ചേർന്ന് നിർവഹിക്കുന്നത്. കൊല്ലം പ്രസ്തുവിന്റെ ഈ സ്ഥിരം 2020 വേദിയിൽ വെച്ച് റോഡ് ചിത്രത്തിന്റെ ആകർഷകമായ പോസ്റ്റർ പ്രകാശനം. പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥ പറയുന്ന റോഡ് യോഗ്യതാരന്റെ കഥാപാത്രങ്ങളുടെ ദിനേശ് മോഹനും ഓക്കെ. അപ്പം ഈ ചടങ്ങ് ഇത് ഔദ്യോഗിക നമസ്കാരം. ഇവിടെ ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് നല്ല ചിത്രങ്ങൾ കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്ന ഇത് ചർച്ച പോലെയാണല്ലേ ചോദ്യം. അപ്പം ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളുടെ റോഡ് എന്ന് പറയുന്ന സിനിമ ഈ ഒരു ജൂൺ 13 റിലീസാവുകയാണ്. നല്ല സിനിമയാണെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ പഠനങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. നമുക്ക് കാര്യങ്ങൾ ചോദിക്കാണെങ്കിൽ സംസാരിക്കും. ഷാഹി കബീറിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചതാണ്. പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു, ഇപ്പോൾ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരാളാണ്. അവന് മറ്റ് പ്രസിദ്ധികളൊന്നുമില്ല, എന്ത് സംസാരിക്കാം, ആരും വീടുകളുടെ കാര്യമില്ല അല്ലേ. അപ്പം പുതിയ ചിത്രം റോഡ് നേരത്തെ പോലീസ് ഓഫീസർ ഡ്യൂട്ടിയിലൂടെ മലയാളിക്ക് വളരെ വ്യത്യസ്തമായ അനുഭവ അഭിനയ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത്. തിരക്കഥാകൃത്താണ്. അപ്പം ജോസഫിന്റെ തിരക്കഥാകൃത്ത് ആദ്യ ചിത്രം വീടാപൂച്ചയായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ചിത്രമാണ് ശക്തമായ തിരക്കഥയൊരുക്കുകയും തിരക്കഥയും സംവിധാനവും അദ്ദേഹം തന്നെയാണ്. ശ്രീ ഷാഹി കബീർ എങ്ങനെയാണ് ഈ ഒരു കൊല്ലത്തെ കാണുന്നത്? കൊല്ലം അത്ര സമയം വന്നിട്ടുള്ള സ്ഥലമാണ്. ഒരു പ്രത്യേക പോലീസ് ജോലി കയറി ആദ്യമായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഈ ക്യാമ്പിലാണ്. അതാണ് പതിവായിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു. കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇല്ല, ഞാൻ സിനിമ സംവിധാനം ചെയ്തതാണ്. ഈ സിനിമ കുറച്ചുകൂടെ വ്യക്തിപരമായി അപ്പോൾ എല്ലാ സിനിമകളും പറയുന്നതിനേക്കാൾ വ്യത്യസ്തം എനിക്ക് പറയാൻ പറ്റുന്നതാണ്. ബാക്കിയൊന്നും റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ലായിരുന്നു. ഏറെക്കുറെ ഈ സിനിമ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെ എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ്. പിന്നെ അത് സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ഇല്ല, ഇപ്പം നമ്മൾ രണ്ട് റൈറ്റേഴ്സും കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു സപ്പോർട്ടാണ്. ഇപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരാൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു. സിനിമയെക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമാണ്. ആർക്കും അഭിനയിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഭിനയിക്കാൻ ജീവിക്കേണ്ടതില്ല. നമ്മളിപ്പം നമ്മൾ വളരെ റയറായിട്ടായിരിക്കും നമ്മളെ എക്സാക്ട്ലി അവതരിപ്പിക്കുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരോട് അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ കൃത്യത വഹിക്കാറുണ്ട്. അതിന് നമ്മുടെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടെ പ്ലാൻഡായിട്ട് ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത്ര വലിയ സംഭവമൊന്നുമല്ല അഭിനയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. റോഡ് നല്ല അനുഭവമായിരുന്നു. ഷാഹി ഞാനായിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണുള്ളത്. ഞാനെൻ്റെ രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് മുതൽ ഷാഹിയുടെ ഒപ്പം എൻ്റെ തൊട്ടിമുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാഹി ആ ഘട്ടം മുതൽ ഷാഹിയായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അപ്പം ഷാഹിനെ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം പോലീസ് സേനയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയ്ക്ക് ആഴത്തിൽ പോലീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇതൊരു പോലീസ് ക്യാരക്ടർ ഷാഹിയുടെ ചെയ്യണമെന്നത് എൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഷാഹി കഥ പറയുമ്പോൾ ഷാഹിയോട് പറഞ്ഞു എനിക്ക് ഷാഹിയുടെ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. കാരണം ഇപ്പം എനിക്ക് അവൈലബിളായിട്ടുള്ള ഇത്രയും ആധികാരികമായിട്ട് ഒരു പോലീസ് ക്യാരക്ടർ അത്ര കൃത്യതയോട് കിട്ടാൻ സാധ്യത ഷാഹിയുടെ അടുത്തേ ഉള്ളൂ. അപ്പം ഷാഹിയുടെ ഒരു കഥാപാത്രം ചെയ്യാമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. സാധിച്ചു.
നല്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള ഷൂട്ടും പരിപാടികളൊക്കെ ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പതിൻ്റെ വലിയ പ്രകടനമൊന്നും ഇല്ലാതെ ലൈറ്റായിട്ടായിരുന്നു ഷൂട്ടൊക്കെ. ഭയങ്കര രസമായിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഷാഹിക്ക് ഈ എന്താ പറയുക, ഈ യോനാൻ എന്ന കഥാപാത്രം കുറേയൊക്കെ ഷാഹിയാണോ ഷാഹിയോ അല്ലെങ്കിൽ ഷാഹിക്ക് അത്ര അടുത്തറിയാവുന്നവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കഥാപാത്രം തന്നെ ആയിരുന്നുകൊണ്ടായിരിക്കും ഷാഹിക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്ന ഓരോ കാര്യത്തിലും അത്ര കൃത്യതയോടുകൂടിയാണ് അത് ചെയ്തിരുന്നത്. നമുക്ക് അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ബാങ്ക് വന്നതൊക്കെ. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. അപ്പം ഇപ്പോൾ ഈ പുതിയ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഈ സിനിമയിൽ ഞങ്ങളുടെ ഒരു പോലീസുകാർ കുറവാണ്, പോലീസുകാർ കുറവാണ്. അപ്പോൾ ഷാഹിക്ക് പോലീസിനെ കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് ആരെയും പോലീസാക്കാൻ എളുപ്പമാണ്. എനിക്കത്ര ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പോലീസുകാരെ ഉപയോഗിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, എല്ലാം പോലീസ് കഥകൾ തന്നെയാണ്. ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള നമ്മളോട് മനുഷ്യരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് കുറെ കൂടെ എൻ്റെ അനുഭവങ്ങളുള്ള സിനിമയിലാണ്. ബാക്കി എല്ലാ സിനിമകളും ഒരു കഥ തന്നെയാണ്, ഉണ്ടാക്കിയെടുത്ത കഥകളാണ്. ചില ഇൻസ്പിറേഷൻ ഉണ്ട്, അല്ലാതെ യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാനില്ല. ഇതൊരു അല്ല ജീവിച്ചിരിക്കുന്ന ആളല്ല. ഇത് ഒരു നൈറ്റ് പെട്രോളിങ്ങിൻ്റെ സ്റ്റോറിയാണ്. ഒരു രാത്രി രണ്ട് പോലീസുകാരാണ് പെട്രോളിംഗ് ആണ്. സീനിയർ പോലീസുകാരും ജൂനിയർ പോലീസുകാരും കൂടെ നടത്തുന്ന പെട്രോളിംഗ് ആണ്. അതിൻ്റെ അകത്ത് രണ്ട് ക്യാരക്ടറുകൾ, അവരുടെ ഇടയിലുള്ള ഇഷ്യൂസ്, അവരുടെ ലൈഫിലെ ഡ്രാമകൾ. ഇതും നമ്മൾ ഒരു രാത്രി എങ്ങനെയാണ് നിങ്ങൾക്കൊരു പോലീസുകാർ പ്രവർത്തിക്കുന്നതൊക്കെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നു. അത്തരം കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇതിൻ്റെ ഷൂട്ട് ചെയ്തത് ഇരട്ടിയിലാണ്. പിന്നെ ഈ സിനിമ എൻ്റെ എല്ലാ സിനിമകളും ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. ഇത് ഒരു ത്രില്ലറല്ല, ഒരു ഡ്രാമയാണ്. സത്യത്തിൽ പറഞ്ഞാൽ പോലീസ് ജോലിയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു സിനിമ. അങ്ങനെ ഒരു സമയത്ത് തോന്നിയാണ്. നമ്മൾ കോട്ടയത്ത് ക്യാമ്പിലുള്ള സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ നിതീഷ് ജി അല്ലെങ്കിൽ എവിടെയാണ് നിതീഷ് മാറാണ് ഞങ്ങളൊരു സൗഹൃദമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യമായി ഞാൻ കോളേജിലോ സ്കൂളിലോ ഒന്നും കഥയിക്കുന്നത് നിതീഷ് സാർ പ്രൊഫഷണലായിട്ടാണ്. കുറേ സാർ ഇതിനകത്ത് ശരിക്കും എന്നെ എഴുത്തുകാരനാക്കി ആരാണെന്ന് വെച്ചാൽ നിതീഷ് സാർ എന്ന് പറയേണ്ടി വരും. കാരണം കോളേജ് സമയങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ആദ്യമായി പുള്ളിയാണ് എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. എന്നെ കൊണ്ട് ഷോർട്ട് സ്റ്റോറി എഴുതിക്കാൻ നിർബന്ധിച്ചത് പുള്ളിയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പുള്ളിയെ നിർബന്ധിച്ചതെന്നും അറിയില്ല. അങ്ങനെ എഴുതിയ ഷോർട്ട് സ്റ്റോറീസാണ് പിന്നീട് സിനിമയിലെത്തുന്നത്. അതിനകത്ത് ഉള്ളൊരു പ്രശ്നം, പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ്, ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് ഒരു ടേൺ ചെയ്യുന്നത് ഒരു ഈ പറഞ്ഞ അട്രോസിറ്റി നിയമവിരുദ്ധ അങ്ങനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതൊരു പൊതുബോധത്തിനൊപ്പം നിൽക്കുന്ന ഒരു കേസായിരുന്നില്ലെങ്കിൽ ഒരു പാരലൽ ചർച്ച പലപ്പോഴും നടന്നിട്ടുണ്ട്. അപ്പം അതിലൊരു ഇപ്പോൾ രണ്ട് രീതിക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പുതിയ സിനിമയിൽ അഭിനേതാവായിട്ട് കാണിച്ചതിൽ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു പ്രൊവോക്കിംഗ് ചോദ്യമല്ല. സാറിൻ്റെ ഒരു വെർഷൻ ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതിലൊരു മറുപടി കേട്ടിട്ടില്ല. സാറിൻ്റെ വെർഷൻ എന്താണെന്നുള്ളത് ഇതിൻ്റെ അത് വേണമെന്നില്ല. ഞാൻ ഒരു പോലീസുകാരനായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ നിന്നാണ് ഞാൻ ആ കഥ പറയുന്നത്. അബിൻ ജോസഫ് എന്ന് പറയുന്ന ആൾ അത് വേറൊരു റൈറ്ററാണ്. കുറേ കൂടെ നോവലും അല്ലാതെ ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. അയാൾ അയാളുടെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. ഇതിൽ ഏത് നല്ലതെന്നോ തെറ്റുന്നുള്ളതില്ല. എനിക്ക് പരിപൂർണമായ ഉറപ്പുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നാണ് നായകനുണ്ടായത്. എന്തായാലും ഇതൊക്കെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഈ പരിപാടിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട റിങ്കു ചേട്ടൻ വളരെ നിർബന്ധപൂർവ്വം ക്ഷണിക്കുകയുണ്ടായി. ഭാരവാഹികളൊക്കെ ക്ഷണിക്കുകയുണ്ടായി. അപ്പം ഇവരുടെ ചിത്രങ്ങൾ ഈ ജൂൺ 13 ഇറങ്ങുന്ന റോഹൻ എന്ന ചിത്രത്തിന്റെ എല്ലാ ഭാവങ്ങളും കൊല്ലത്തിന്റെ പൗരാവലിയുടെ ഒരു മെയിൻ സ്ട്രീം എന്നുള്ള രീതിയിൽ ഒരു ഭാഗം എന്ന രീതിയിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പം ഈ പരിപാടി